ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് മുന്നിലാണ്. അന്നപൂർണേശ്വരിയും ശ്രീകൃഷ്ണനും പ്രതിഷ്ഠകളായിട്ടുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരേതരം പാറകൾ മിനുക്കിയ കല്ലുകൾ ഉപയോഗിച്ചാണ്. അന്നപൂർണേശ്വരിയുടെയും ശ്രീകൃഷ്ണൻ്റെയും ശ്രീകോവിലുകൾക്ക് ഒരേ വലിപ്പമുണ്ട്. ഇത് ഇരുവർക്കും തുല്യ പ്രാധാന്യം നൽകുന്നു. ക്ഷേത്രത്തിനടുത്ത് ഒരു വലിയ ചിറയുണ്ട്. ഇത് 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം നടത്താറുണ്ട്. ശ്രീ പാർവതിയുടെ ഒരു മൂർത്തിഭേദം, സർവസമൃദ്ധിയുടെയും ഭഗവതി, ആദിപരാശക്തിയുടെ ആഹാരം നൽകുന്ന മാതൃഭാവം, ഒരു കൈയിൽ അന്നപാത്രവും മറുകൈയിൽ കരണ്ടിയും വഹിച്ചിരിക്കുന്ന രൂപമാണ് ഭഗവതിയുടേത്. സർവർക്കും ആഹാരം നൽകുന്ന പ്രകൃതിയാണ് അന്നപൂർണയെന്ന് പുരാണങ്ങൾ പറയുന്നു. സ്ഥലത്തെ ഐതിഹ്യങ്ങൾ അനുസരിച്ച് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കാശിയിലെ അന്നപൂർണേശ്വരി 3 തോഴിമാരും ഒരുപാട് ഭക്തരുമായി ഒരു കപ്പലിൽ ഇങ്ങോട്ട് വന്നുവെന്നും പിന്നീട് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി വന്നുവെന്നുമാണ് വിശ്വാസം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും പരമശിവൻ തൻ്റെ ഭാര്യയായ അന്നപൂർണേശ്വരിയെ സന്ദർശിക്കാൻ ദിവസവും അത്താഴ പൂജയ്ക്കു ശേഷം ചെറുകുന്നിലെത്തുന്നുവെന്നാണ് സങ്കല്പം. പരാശക്തിയുടെ അന്നപൂർണഭാവത്തിൻ്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ്. തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്താമഗ്നനായിരുന്ന മഹാദേവൻ ഒരിക്കൽ ഭക്ഷണത്തിന് പ്രാധാന്യമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഭക്ഷണമില്ലാതെയും ജീവിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ പാർവതി തീരുമാനിച്ചു. ഇതിനായി ശക്തി സ്വരൂപിണിയായ ഭഗവതി സ്വയം അപ്രത്യക്ഷമായി. അതോടെ ഭൂമിയിലുള്ള സകല ഭക്ഷണത്തിൻ്റെ സ്രോതസ്സുകളും അപ്രത്യക്ഷമായി. അധികം വൈകാതെ തന്നെ ശിവന് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ബോധിച്ചു. ഭിക്ഷാടനത്തിന് പോയിട്ടും മഹാദേവന് ഭിക്ഷയായി ഒന്നും ലഭിച്ചില്ല. ആളുകൾ ദരിദ്രരായി മാറി. വിശന്നു വലഞ്ഞു മഹാദേവൻ. ദേവി ഐശ്വര്യദായിനിയായി കാശിയിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നതായി അറിഞ്ഞു. പാർവതിക്ക് മുന്നിൽ ഭക്ഷണം ലഭിക്കാൻ പാത്രവുമായി യാചിച്ചു നിൽക്കേണ്ടിയും വന്നു. ഭക്ഷണത്തിൻ്റെ ദേവിയായി പാർവതി മാറിയത് അങ്ങനെയാണ്. അത്യന്തം സന്തുഷ്ടനായ ഭഗവാൻ ഉടനെ ഭഗവതിയെ പ്രേമാധിക്യത്തോടുകൂടി കെട്ടിപ്പുണർന്നു. അപ്പോൾ അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ച് ഐക്യം പ്രാപിച്ചു. ശിവൻ അങ്ങനെയാണത്രേ അർദ്ധനാരീശ്വരനായത്. ലോകർക്ക് അന്നം ഊട്ടുന്ന ശ്രീ പാർവതിയെ ആണ് അന്നപൂർണേശ്വരിയായി സങ്കല്പിച്ചിട്ടുള്ളത്.